തൃക്കരിപ്പൂർ നടക്കാവിലെ കാസർഗോഡ് ജില്ലാ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കിഫ്ബി ഫണ്ടിൽ 31,53 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. എല്ലാവർക്കും ആരോഗ്യമെന്ന ആശയം മുൻനിർത്തി കായിക നയം അംഗീകരിച്ച സംസ്ഥാനമാണ് കേരളമെന്നും സംസ്ഥാനത്ത് കമ്മ്യൂണിറ്റി സ്പോർട്സ് നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃക്കരിപ്പൂർ നടക്കാവിലെ കാസർഗോഡ് ജില്ലാ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളമെന്ന ലക്ഷ്യത്തിനപ്പുറം ഓരോ വാർഡുകളിലും കളിക്കളങ്ങൾ എന്ന ആശയവുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും കായിക വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കായിക സംസ്കാരം മെച്ചപ്പെട്ട രീതിയിൽ രൂപപ്പെടുന്നതിന് പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കായിക സാക്ഷരത. അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. കുട്ടികളും മുതിർന്നവരും ഒരേപോലെ കായിക സാക്ഷരത നേടേണ്ടത്. നമ്മുടെ കുട്ടികൾ എല്ലാവരും സ്കൂളുകളിൽ പോകുന്നവരാണ്. സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും മിനിമം കായികക്ഷമത ഉറപ്പുവരുത്താനാണ്, അത് പിന്നെ മെച്ചപ്പെടുത്താനുമാണ്. അതോടൊപ്പം കോളേജ് തലത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സജീവമായി കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ രംഗത്തേക്ക് കടക്കുന്ന വ്യക്തികൾ അവരുടെ കായികക്ഷമത നിലനിർത്തുന്നതിനായി അരമണിക്കൂറെങ്കിലും കായികക്ഷമത നിലനിർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുക. നമ്മുടെ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ അവരുടെ കാലാവസ്ഥ കൂടി അനുകൂലമായതുകൊണ്ട് എല്ലാ സമയവും ഓടുന്ന ആളുകളെ കാണുന്നു. ഒരു സാധാരണ നടത്തം മാത്രമല്ല, കൂട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ആരോഗ്യക്ഷമത നിലനിർത്തുന്നത് ഇന്നത്തെ സമൂഹം വലിയ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. സംസ്ഥാനത്ത് കായിക മേഖലയുടെ ശാസ്ത്രീയമായ വളർച്ച ലക്ഷ്യമിട്ട് കായിക വകുപ്പിന് കീഴിൽ രാജ്യത്താദ്യമായി പ്ലാനിംഗ് ആൻഡ് റിസർച്ച് വിഭാഗം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ കായിക കഴിവുകൾ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മീനാകുമാരി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബൈദ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സനൽ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി രാധ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ പി രഘുനാഥ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം പി പി അശോകൻ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംബന്ധിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ സ്വാഗതവും കായിക യുവജനകാര്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സി എസ് പ്രദീപ് നന്ദിയും പറഞ്ഞു. സ്പോർട്സ് കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. സംസ്ഥാന കായിക വകുപ്പ് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 33,53 ലക്ഷം രൂപ ചെലവിലാണ് നടക്കാവിൽ അത്യാധുനിക മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചത്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ദേശീയതല മത്സരങ്ങൾ വരെ സംഘടിപ്പിക്കാൻ പാകത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള MRC കൃഷ്ണൻ സ്മാരക മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയമാണ് ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം. കൂടാതെ ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ടെന്നീസ്, ടേബിൾ ടെന്നീസ് തുടങ്ങിയ മത്സരങ്ങൾക്കുള്ള അത്യാധുനിക കോർട്ടുകളും ഇവിടെ സജ്ജമാണ്. ഇതിനു പുറമെ കബഡി കോർട്ടും സ്പ്രിംഗ്ലർ സംവിധാനത്തോടുകൂടിയ സെവൻസ് നാച്ചുറൽ ഗ്രാസ് ഫുട്ബോൾ കോർട്ടും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ സെമി ഒളിമ്പിക് നീന്തൽക്കുളവും ഈ സമുച്ചയത്തെ വേറിട്ടതാക്കുന്നു. ആയിരക്കണക്കിന് കാണികൾ ഒരേ സമയം ഇരുന്ന് കളി കാണാവുന്ന ഗ്യാലറിയോടുകൂടിയ 3 നില പവലിയൻ മന്ദിരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കളിക്കാർക്കും ഒഫീഷ്യൽസിനും സാങ്കേതിക വിദഗ്ധർക്കുമായി പ്രത്യേക മുറികൾ, VIP ലോഞ്ച്, മീഡിയ റൂം, ഫെഡറേഷൻ ലോഞ്ച് എന്നിവയും കെട്ടിടത്തിലുണ്ട്. ഷോപ്പിംഗ് മാൾ, വിപുലമായ പാർക്കിംഗ് സൗകര്യം, സമാന്തര റോഡ് എന്നിവ കൂടി ഉൾപ്പെടുത്തി സമ്പൂർണ്ണമായ ഒരു സ്പോർട്സ് ഹബ്ബായാണ് ഈ സ്റ്റേഡിയം വിഭാവനം ചെയ്തിരിക്കുന്നത്. കിറ്റ്കോ ലിമിറ്റഡാണ് അത്യാധുനിക രീതിയിലുള്ള സ്റ്റേഡിയം പണിതൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.